അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആകാശങ്ങളിൽ സൂര്യൻ ഉദിച്ചുയരുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ദിവസം. മാത്രമല്ല, അള്ളാഹുവിൻ്റെ മാലാഖമാർ ആകാശത്തു നിന്നും കാത്തു നിൽക്കുന്ന, സന്തോഷത്തോടെ കാത്തു നിൽക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക് മാത്രമായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയ ഒരു വലിയ സമ്മാനമാണ്. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. വെള്ളിയാഴ്ച ദിവസം വിശ്വാസികളുടെ ഈദാണ്, അതായത് പെരുന്നാൾ ദിനമാണ്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു തആല ആത്മാക്കൾക്ക് വിശ്രമം നൽകുന്ന ഒരു തണലാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം. ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിൽ തളർന്നു പോകുന്ന ഏതൊരു വിശ്വാസിക്കും തൻ്റെ റബ്ബിലേക്ക് മടങ്ങി വരാൻ പറ്റുന്ന നല്ലൊരു ദിനമാണത്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിന് ഇത്രയധികം പ്രത്യേകതയുണ്ടാകുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തീർച്ചയായും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അത് ദിവസങ്ങളുടെ നേതാവാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള ദിവസവും കൂടിയാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം. ഹദീസുകളിൽ വന്നിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യപിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഉണ്ടാകാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു തആല മണ്ണിൽ നിന്നും ഒരു മനുഷ്യരൂപമുണ്ടാക്കി തൻ്റെ ആത്മാവിൽ നിന്നും ഊതി മനുഷ്യവർഗത്തിൻ്റെ ചരിത്രം തുടക്കം കുറിച്ചത് അത് വെള്ളിയാഴ്ച ദിവസമാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. ആ വലിയ അനുഗ്രഹത്തിൻ്റെ സ്മരണ ഇന്നും ലോകമെമ്പാടും എല്ലാ വെള്ളിയാഴ്ച ദിവസവും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കിയതും ആദം നബിയുടെ തൗബ സ്വീകരിച്ചത്, പാപമോചനം സ്വീകരിച്ചതും ഇതുപോലെ ഒരു പുണ്യമായ ദിവസത്തിലായിരുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം പ്രതീക്ഷയുടെ ദിവസമാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ ഓർത്ത് നീറുന്ന ഹൃദയവുമായി അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വെള്ളിയാഴ്ച ദിവസത്തേക്കാൾ പുണ്യമാക്കപ്പെട്ട മറ്റൊരു ദിവസവുമില്ല. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ തൗബ ചെയ്താൽ നമ്മുടെ തൗബ അല്ലാഹു സുബ്ഹാനഹു തആല അത് സ്വീകരിക്കാൻ കാരണമാകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ദുനിയാവിലെ ഈ ജീവിതം എത്ര തിരക്കേറിയതാണ്. ഓരോ ആഴ്ചയിലും ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നെട്ടോട്ടമോടുകയാണ്. പണത്തിന് വേണ്ടിയിട്ടും ദുനിയാവിലെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടും പലരും വിയർക്കുകയാണ് ഓരോ ദിവസവും. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ശാന്തത വരണം. എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ പുണ്യ ദിവസം വന്നെത്തി എന്ന് ഓരോ വിശ്വാസിയുടെ മനസ്സിലും ഉണ്ടാകണം. ഒരു ദരിദ്രനായ മനുഷ്യൻ സമ്പന്നനായ തൻ്റെ സ്നേഹിതനെ കാണാൻ പോകുമ്പോൾ, സ്വീകരിക്കാൻ പോകുമ്പോൾ എത്രത്തോളം അവൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാകും. അതിനേക്കാൾ സന്തോഷം വേണം നമുക്ക് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തെ സ്വീകരിക്കാൻ. കാരണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ബറക്കത്ത്, അനുഗ്രഹങ്ങൾ അത് അളവറ്റതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മൾ അവസാനം വന്നവരാണെങ്കിലും നാളെ പരലോകത്ത് നമ്മളായിരിക്കും മുന്നിൽ നിൽക്കുക. നമ്മൾ അവസാനത്തെ പ്രവാചകൻ്റെ ഉമ്മത്തായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ വലിയൊരു നിഅമത്താണ്, അനുഗ്രഹമാണ് ഇത്. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസം എണീൽക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു മാറ്റമുണ്ടാകണം. അതായത് മറ്റു ദിവസങ്ങളെ പോലെയല്ല, നമ്മൾ കുളിച്ച് വൃത്തിയായി വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി വെള്ളിയാഴ്ച ദിവസത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, വരവേൽക്കുമ്പോൾ അത് നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നൊരു പാഠമാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ, കുടുംബ കലഹങ്ങൾ,
അതുപോലെ സാമ്പത്തിക പ്രയാസം, നമുക്കുണ്ടാകുന്ന മാനസിക ടെൻഷൻ, ഇതൊക്കെ മറന്ന് അല്പനേരം റബ്ബ് സുബ്ഹാനഹു തആലയോട് സംസാരിക്കാൻ നമ്മെ പ്രാപ്തനാക്കും നമ്മൾ ഈ കാര്യം ചെയ്യുന്നതിലൂടെ. വെള്ളിയാഴ്ചയുടെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ്. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആ സുപ്രധാന സമയം പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ധാരാളം ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം കുളിക്കുകയും തനിക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും മികച്ചതായിട്ടുള്ള വസ്ത്രം ധരിക്കുകയും സുഗന്ധം പൂശുകയും ചെയ്താൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെയുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഒരു വെള്ളിയാഴ്ച നമ്മൾ വൃത്തിയായി വെള്ളിയാഴ്ചയെ നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ ഒരു ആഴ്ചക്കത്തെ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് പുറത്തു തരും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിവാഹത്തിനോ ഒരു പാർട്ടിക്കോ പോകുമ്പോൾ, പ്രത്യേകിച്ച് സഹോദരിമാർ, സ്ത്രീകൾ ഒരു വിവാഹത്തിനോ പാർട്ടിക്കോ എന്തെങ്കിലും ഫംഗ്ഷനോ പോകുമ്പോൾ എത്ര സമയം അവർ മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് എത്ര സമയം കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കും. എന്നാൽ പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു തആലയെ കാണാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ മാലാഖമാർ നമ്മെ സ്വീകരിക്കാൻ പള്ളിയിൽ കാത്തു നിൽക്കുമ്പോൾ എത്ര പേർ ശ്രദ്ധിക്കാറുണ്ട്? നമ്മുടെ ശരീരം, നമ്മുടെ വൃത്തി, നമ്മുടെ മനസ്സിൻ്റെ വൃത്തി, നമ്മൾ ധരിച്ച വസ്ത്രം എത്ര പേർ ശ്രദ്ധിക്കാറുണ്ട്? പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസത്തെ നമ്മുടെ ഒരുക്കം അതൊരു ചടങ്ങല്ല, കേവലം അത് അല്ലാഹു സുബ്ഹാനഹു തആലയോടുള്ള ഒരു ആദരവും കൂടിയാണ്. വെള്ളിയാഴ്ച ദിവസത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു രഹസ്യമുണ്ട്. അതാണ് സഅത്തുൽ ഇസ്തിജാബ. അതായത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു നിമിഷമുണ്ട്, ഒരു സമയമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ ഒരു സമയമുണ്ട്. ആ സമയമെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കില്ല. അവൻ്റെ ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ അവർക്ക് നിറവേറ്റിക്കൊടുക്കാതിരിക്കില്ല. നമുക്ക് ചുറ്റും എത്ര പ്രശ്നങ്ങളാണുള്ളത് പ്രിയപ്പെട്ടവരെ. തീരാവ്യാധികൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, കുടുംബത്തിലെ സമാധാനത്തിന് വേണ്ടിയിട്ട് കൊതിക്കുന്നവർ, മക്കളുടെ ജോലിക്ക് വേണ്ടിയിട്ട്, മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട്, മക്കൾ നല്ലവരാകാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന മാതാപിതാക്കൾ, കടബാധ്യത കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കല്യാണം ശരിയാകാത്തവർ, കുട്ടികളില്ലാത്തവർ, സ്വന്തമായിട്ടൊരു വീടില്ലാത്തവർ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചോദിക്കാനുള്ളത്. ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടുകൊണ്ടാണ് നാം എല്ലാവരും ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്തുള്ള ആ നിമിഷം നിങ്ങൾ ദുആയിൽ ഏർപ്പെടുകയാണെങ്കിൽ, ഒരു ആയുസ് മുഴുവൻ നിങ്ങൾ ചെയ്ത ദുആക്ക് ആ ഒരു ചെറിയ നിമിഷം മതി അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകാൻ. പല പണ്ഡിതന്മാരും ആ നിമിഷത്തെക്കുറിച്ച് പറയുന്നത് അസ്റിൻ്റെ ശേഷമാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മഹത്വമേറിയ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ദുആ സ്വീകരിക്കാൻ കാരണമാകുന്ന പരിശുദ്ധമായ സൂറത്ത് യാസീനിലെ ഈ ചെറിയ വചനം, ചെറിയ ഈ ആയത്ത് നിങ്ങൾ ഓതിക്കൊണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് കണ്ണീരോടുകൂടി രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തി നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും റബ്ബ് സുബ്ഹാനഹു തആലയോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകുന്നതാണ്. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വേണോ? നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ലാഭം വേണോ? നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് സന്തോഷം വേണോ? നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടണോ? നിങ്ങൾ തുടങ്ങുന്നതും തൊടുന്നതിലുമെല്ലാം ഉന്നത വിജയം വേണോ?
അതുപോലെ എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും നിങ്ങൾക്ക് കാവൽ ലഭിക്കണമെങ്കിലും അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ധാരാളം സ്വലാത്തിനെ നിങ്ങൾ ധന്യമാക്കണം. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസത്തിന് ഈ ലോകത്ത് മാത്രമല്ല സവിശേഷത, പരലോകത്തും വലിയ ഉന്നതമായ മഹത്വമുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു തആല ദിവസങ്ങളെ പുനർജനിപ്പിക്കുമ്പോൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഒരു സുന്ദരമായ വധുവിനെ പോലെയായിരിക്കും വരിക. മാത്രമല്ല, നാളെ പരലോകത്ത് വെള്ളിയാഴ്ചയെ നല്ലതുപോലെ പരിഗണിച്ചവർക്ക്, ബഹുമാനിച്ചവർക്ക് വെള്ളിയാഴ്ച ദിവസം സാക്ഷിയായി വരും. വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിനോട് പറയും, നാഥാ, ഇവർ എന്നെ ആദരിച്ചിരുന്നു, എനിക്ക് വേണ്ടിയിട്ട് ധാരാളം അമൽ ചെയ്തിരുന്നു, വെള്ളിയാഴ്ച ദിവസത്തെ ഇവർ ബഹുമാനിച്ചിരുന്നു എന്നൊക്കെ വെള്ളിയാഴ്ച ദിവസം നമുക്ക് വേണ്ടിയിട്ട് സാക്ഷി നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയോട് പറയും. സ്വർഗസ്ഥരായ വിശ്വാസികൾക്ക് റബ്ബ് സുബ്ഹാനഹു തആല നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അത് അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. സ്വർഗത്തിൽ അള്ളാഹു വിശ്വാസികൾക്കായിട്ട് ഒരു പ്രത്യേക സദസ്സൊരുക്കും. ആ സദസ്സിനെ യൗമുൽ മസീദ് എന്നാണ് വിളിക്കുന്നത്. അതായത് സ്വർഗത്തിലെ വെള്ളിയാഴ്ച ദിവസം. സ്വർഗത്തിലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ ദർശനം ലഭിക്കാനായിട്ട് ഒരുമിച്ച് കൂടും. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല തൻ്റെ പ്രഭാവത്തിൽ ആ വിശ്വാസികളുടെ മുമ്പിൽ വെളിവാകും. ആ കാഴ്ചയുടെ ലഹരിയിൽ ആ കണ്ട എല്ലാം മറന്നു പോകും. അവർ അത്ഭുതപ്പെട്ടു പോകും. കാരണം അള്ളാഹുവിനെ കാണുകയല്ലേ, വലിയ സന്തോഷമല്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിന്നും അള്ളാഹുവിനെ കാണാൻ ഈ അവസരം നമുക്ക് ലഭിക്കാൻ ദുനിയാവിലെ ഓരോ വെള്ളിയാഴ്ചയും സ്വർഗീയ വെള്ളിയാഴ്ചയിലേക്കുള്ള തയ്യാറെടുപ്പാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ഓരോ വെള്ളിയാഴ്ചയും ജുമാക്ക് ഒരുമിച്ച് കൂടുന്നത് നാളെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുന്നിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഒരു പരിശീലനമാണ്. ഒരിക്കൽ ഒരു പണ്ഡിതൻ പറയുകയാണ്, നീ എങ്ങനെയാണോ വെള്ളിയാഴ്ച ദിവസത്തെ കാണുന്നത് അതുപോലെയായിരിക്കും നിൻ്റെ ഓരോ ആഴ്ചയിലെ ദിവസവും ഉണ്ടാകുക. അതായത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ഒരു വെള്ളിയാഴ്ച ദിവസം നന്നായാൽ നിങ്ങളുടെ ഒരു ആഴ്ചയിലെ ദിവസം മുഴുവനും നന്നാകും. വെള്ളിയാഴ്ച ദിവസത്തിലെ ജുമാ കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനൊരു ഭാരം കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാരുണ്യം നിങ്ങൾക്ക് ലഭിച്ചു എന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും ഒരാൾ കുളിക്കുകയും പള്ളിയിലേക്ക് നേരത്തെ പുറപ്പെടുകയും വാഹനത്തിൽ കയറാതെ നടന്നുകൊണ്ട് പള്ളിയിലെത്തുകയും ചെയ്താൽ പള്ളിയിലേക്ക് അവൻ നടക്കുമ്പോൾ വെച്ച ഓരോ ചുവടുവെപ്പിനും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന പ്രതിഫലം ഒരു വർഷം നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം മാത്രമല്ല, ഒരു വർഷം മുഴുവനും രാത്രി സമയം മുഴുവൻ ഉറക്കമൊഴിച്ച് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവനക്ക് നൽകുന്നത്. രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ഒരു വർഷം നിസ്കരിക്കണമെങ്കിൽ എത്ര പണിയുണ്ട് പ്രിയപ്പെട്ടവരെ. അതുപോലെ ഒരു വർഷം നോമ്പ് നോൽക്കണമെങ്കിൽ, ഒരു ദിവസം ഒഴിവാക്കാതെ ഒരു വർഷം മുഴുവനും നമ്മൾ നോമ്പ് നോക്കണമെങ്കിൽ എത്ര പണിയെടുക്കണം, എത്ര റിസ്ക് എടുക്കണം. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ജുമാക്ക് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് നടന്നു പോയാൽ ഓരോ ചുവടുവെപ്പിനും അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വർഷം നമ്മൾ നോമ്പ് നോറ്റതിൻ്റെയും ഒരു വർഷം നമ്മൾ നിസ്കാരം രാത്രി സമയം നിസ്കരിച്ചതിൻ്റെയും പ്രതിഫലമാണ് നമുക്ക് നൽകുന്നത്. ഇന്ന് പല ആളുകളും നടക്കാൻ കഴിയുന്ന ചെറുപ്പക്കാർ പോലും പള്ളി വീടിൻ്റെ അടുത്താണെങ്കിലും നടന്നു പോകാൻ അവർക്ക് മടിയാണ്, വാഹനം എടുക്കുന്നവരാണ്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ നടത്തമുണ്ടല്ലോ, അതൊരു ശാരീരിക വ്യായാമം മാത്രമല്ല, അത് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ചെയ്യുന്ന വലിയൊരു ഇബാദത്താണ്.
പള്ളിയിലേക്ക് നടന്നു പോകുന്നത്. മലക്കുകൾ നമ്മുടെ ആ നടത്തത്തെ വലിയ ആദരവോടുകൂടി നോക്കി നിൽക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. കാരണം നമ്മൾ സുഗന്ധം പൂശുമ്പോൾ അത് മറ്റുള്ളവർക്ക് വലിയ സന്തോഷമായിരിക്കും. വെള്ളിയാഴ്ച ദിവസം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ സന്തോഷങ്ങൾ പോലും വലിയ ഇബാദത്താണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലമാണ് നമുക്ക് നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും പള്ളിയിലേക്ക് ജുമുഅക്ക് വന്നാൽ അവൻ ശാന്തനായിരിക്കുകയും ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്താൽ അവൻ്റെ 2 ജുമുഅക്കിടയിലുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. നമ്മൾക്ക് ഒരുപാട് അറിഞ്ഞുകൊണ്ടും അറിയാതെയും തെറ്റ് ചെയ്യുന്നവരാണ്. നമ്മുടെ കണ്ണുകൊണ്ടും നമ്മുടെ നാവ് കൊണ്ടും നമ്മുടെ ഹൃദയം കൊണ്ടൊക്കെ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്. ആ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല എത്ര കരുണയുള്ളവനാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ചെയ്യുന്ന എല്ലാ പാപങ്ങളും അതിൻ്റെ കറകൾ കഴുകിക്കളയാൻ നമുക്ക് വേണ്ടി അവൻ ജുമുഅ നൽകി. ജുമുഅ കഴിഞ്ഞ് പള്ളിയിൽ നിന്നും ഇറങ്ങുമ്പോൾ നമുക്ക് വലിയൊരു സമാധാനം ലഭിക്കാറില്ലേ, സന്തോഷം ലഭിക്കാറില്ലേ? അത് നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു എന്നതിൻ്റെ ലക്ഷണമാണ്. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസം ജുമുഅ കഴിഞ്ഞ് പള്ളിയിൽ നിന്നും ഇറങ്ങുന്നതോടുകൂടി വെള്ളിയാഴ്ചയുടെ മഹത്വം തീർന്നു എന്ന് നിങ്ങൾ കരുതരുത്. പലരും ചിന്തിക്കുന്നത് പള്ളിയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷമുള്ള പിന്നീടുള്ള സമയം വെള്ളിയാഴ്ച ദിവസം മറ്റുള്ള ദിവസങ്ങളെപ്പോലെ ഒരു സാധാരണ ദിവസമാണ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ജുമുഅ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള സമയമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് ശേഷവും മറ്റുള്ള സമയമൊക്കെ നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ ജോലിയിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നല്ല വിജയമുണ്ടാകും. എല്ലാത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകുന്ന ഒരു ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്ക് മറ്റുള്ള ദിവസങ്ങൾ ചെയ്യുന്ന ധർമ്മങ്ങളിനേക്കാൾ വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിയുമെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം എത്രയാണോ നിങ്ങളുടെ അടുത്തുള്ളത്, 1 രൂപയാണെങ്കിൽ 1 രൂപയെങ്കിലും പള്ളിയിൽ ബക്കറ്റ് പിരിവുണ്ടാകും, അവിടെ നേർച്ചപ്പെട്ടിയുണ്ടാകും, അവിടെ സഹായം ചോദിച്ചു നിൽക്കുന്ന പാവപ്പെട്ടവരുണ്ടാകും. നിങ്ങളുടെ ഒരു കഴിയുന്ന തുക, അതിന് 1 രൂപയാണെങ്കിലും നിങ്ങൾ കൊടുക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ വമ്പൻ പ്രതിഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്, വലിയ കൂലിയാണ് നൽകുന്നത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, മറ്റുള്ള മാസങ്ങൾക്കിടയിൽ പരിശുദ്ധമായ റമളാൻ മാസത്തിനുള്ള പദവി ഉള്ളതുപോലെയാണ് മറ്റുള്ള ദിവസങ്ങൾക്കിടയിൽ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിനുള്ള പദവി. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചെയ്യുന്ന അമലുകൾ, ദാനധർമ്മങ്ങൾ, മറ്റ് സൽക്കർമ്മങ്ങൾ എല്ലാം മറ്റു ദിവസങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. വലിയ പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്നും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളവരാണ്. മരുന്നിന് വരെ കയ്യിൽ പണമില്ലാത്തവരാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും പണമില്ലാത്തവരുണ്ട്. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എന്നാൽ നമ്മുടെ കയ്യിലുള്ള ചെറിയ പൈസയാണെങ്കിലും നമ്മൾ പാവപ്പെട്ടവനായ ഒരു മനുഷ്യനെ സഹായിച്ചാൽ അവൻ്റെ മുഖത്ത് വിരിയുന്ന സന്തോഷത്തിൻ്റെ ചിരിയുണ്ടല്ലോ, അത് അല്ലാഹുവിൻ്റെ അർശ് വരെ എത്തുന്ന വലിയ ഇബാദത്താണ്. പലർക്കും ഇന്നത്തെ ഈ തിരക്കേറിയ കാലങ്ങളിൽ മാതാപിതാക്കളെ കാണാനോ ബന്ധുക്കളെ സന്ദർശിക്കാനോ സമയം കിട്ടാറില്ല. മാതാപിതാക്കൾ അടുത്തുണ്ടെങ്കിലും സംസാരിക്കാത്ത മക്കളുണ്ട്, മുഖത്തേക്ക് പോലും നോക്കാത്ത മക്കളുണ്ട്. കാരണം അവരൊക്കെയും അവരുടെ ഫോണിലും അവരുടെ തിരക്കേറിയ ജോലിയിലുമാണുള്ളത്. ഇവിടെയാണ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത. വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം പുലർത്തേണ്ട ഒരു ദിവസമാണ്.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ജുമുഅ കഴിഞ്ഞ് വന്നാൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്ത് അല്പസമയം ഇരിക്കൂ. അവരോട് നിങ്ങൾ സംസാരിക്കൂ, അവരോട് നിങ്ങൾ കുശലങ്ങൾ ചോദിക്കൂ, തമാശകൾ പറയൂ, അവരെ നിങ്ങളൊന്ന് ആലിംഗനം ചെയ്യൂ. മാത്രമല്ല അവരോടൊപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കൂ. കാരണം മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് മാതാപിതാക്കളുടെ വില മനസ്സിലാവുകയുള്ളൂ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ വില മനസ്സിലാക്കി അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരെ പൊന്നുപോലെ നോക്കുകയും ചെയ്ത മക്കളുണ്ടെങ്കിൽ അവർ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഭാഗ്യം ചെയ്തവരാണ്. അവർ വിവരമുള്ളവരാണ്. അവരുടെ ആ അവസരം അവർ മുതലെടുത്തവരാണ്. കാരണം അവർക്ക് ഇഹലോകത്തും വലിയ വിജയമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുക. അവർ തുടങ്ങുന്നതും അവർ തൊടുന്നതും അവർ ചെയ്യുന്ന പ്രവൃത്തിയും അവരുടെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു തആല വലിയ വിജയം നൽകും, വലിയ ബറക്കത്ത് നൽകും. അല്ലാഹുവിൻ്റെ കാവലുണ്ടാകും. മാതാപിതാക്കളെ അനുസരിക്കാത്ത, ബഹുമാനിക്കാത്ത, അവരെ വേദനിപ്പിക്കുന്ന മക്കൾ ഒരിക്കലും ഒരിടത്തും വിജയിക്കില്ല. അവർ എത്ര കഴിവുള്ളവരാണെങ്കിലും, ഒരുപാട് വിദ്യാഭ്യാസമുണ്ടെങ്കിലും, വലിയ സെലിബ്രിറ്റി ആണെങ്കിലും അവർ ജീവിതത്തിൽ അവർക്ക് പരാജയം തന്നെ സംഭവിക്കുകയുള്ളൂ. ഒരിക്കലും അവർ വിജയിക്കില്ല, രക്ഷപ്പെടില്ല. ദുനിയാവിലും രക്ഷപ്പെടില്ല, പരലോകത്തും രക്ഷപ്പെടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുക, അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവരുടെ പൊരുത്തം നിങ്ങൾ നേടിയെടുക്കുക. എങ്കിൽ മാത്രമേ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുകയുള്ളൂ. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ജുമുഅ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം നിങ്ങളുടെ കുടുംബത്തിൽ, ബന്ധുക്കളിൽ ആരെങ്കിലും രോഗിയായി കിടക്കുന്നുണ്ടെങ്കിൽ രോഗികളെ നിങ്ങൾ സന്ദർശിക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും കുടുംബ ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നുവോ അവൻ്റെ ആയുസ്സിലും അവൻ്റെ സമ്പത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ചെയ്യുന്നതാണ്. വെള്ളിയാഴ്ച നിങ്ങൾ ചെയ്യുന്ന ഇത്തരം സൽക്കർമ്മങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല സമാധാനം കൊണ്ടുവരും. നിങ്ങളുടെ മക്കൾ ഇത് കാണുമ്പോൾ അവരും ഇത് കണ്ട് നല്ല ശീലങ്ങൾ പഠിക്കും. ഒരു വീട് സ്വർഗമാകുന്നത് അവിടെ സ്നേഹവും അല്ലാഹുവിൻ്റെ സ്മരണയും ഉണ്ടാകുമ്പോഴാണ്. വെള്ളിയാഴ്ച ദിവസം അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല സംതൃപ്തി ഉണ്ടാകണം. അതായത് ഇന്നത്തെ പകൽ ഞാൻ അള്ളാഹുവിനായിട്ട് സമയം ചിലവഴിച്ചു, ധാരാളം ഇബാദത്തെടുത്തു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലി, കുടുംബത്തെ സന്തോഷിപ്പിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസം. ഈ ഒരു ശീലം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തും. ഓരോ ആഴ്ചയും പുതിയൊരു തുടക്കം നൽകാൻ പരിശുദ്ധമായ വെള്ളിയാഴ്ചക്ക് സാധിക്കും. നിങ്ങൾക്കുണ്ടാകുന്ന ഡിപ്രഷനുകളും മാനസിക സമ്മർദ്ദങ്ങളും മാറ്റാനുള്ള ഒരു എളുപ്പവഴി ഈ ആഴ്ചയിലുള്ള വെള്ളിയാഴ്ച ദിവസത്തുള്ള നമ്മുടെ ഈ ആത്മീയ സഞ്ചാരമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതുവരെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. എന്നാൽ മുഴുവനായിട്ടും നമ്മൾ സംസാരിച്ചിട്ടില്ല. ഇനിയും ഒരുപാട് മഹത്വങ്ങളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും പറയാനുണ്ട്. അതിലേക്കൊക്കെ കടന്നാൽ ഒരുപാട് സമയമാകും. ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്തായി, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് എത്ര വെള്ളിയാഴ്ച ബാക്കിയുണ്ട്, എത്ര വെള്ളിയാഴ്ചയിൽ നമ്മൾ ജീവിച്ചിരിക്കും, അടുത്ത വെള്ളിയാഴ്ചയിൽ നമ്മൾ ഉണ്ടാകുമോ എന്നൊന്നും നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കില്ല. എല്ലാം അള്ളാഹുവിൻ്റെ തൗഫീഖ് പോലെ, വിധി പോലെ ഇരിക്കും. നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ, മുഅ്മിനീങ്ങളൊക്കെ അവർ മനസ്സുകൊണ്ട് പറയുമായിരുന്നു, ഓരോ വെള്ളിയാഴ്ച ദിവസവും ഇത് എൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്, അവസാനത്തെ അവസരമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അവർ ഇബാദത്തിൽ മുഴുകുക. ഈ ഒരു ബോധം നമ്മുടെ മനസ്സിലും ഉണ്ടായിരിക്കണം. അടുത്ത വെള്ളിയാഴ്ച മറ്റു ദിവസങ്ങളെപ്പോലെ ഒരു അലസതയായി കടന്നു പോകാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത്. ജീവിതത്തിൽ പല തെറ്റുകളും സംഭവിച്ചു പോയവർ, ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർ, സമാധാനം നഷ്ടപ്പെട്ടവർ, നിങ്ങൾക്ക്
അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന ഒരു ആശ്വാസമാണ് ഓരോ വെള്ളിയാഴ്ചയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വെള്ളിയാഴ്ച മുതൽ നിങ്ങൾ ഒരു നല്ല മനുഷ്യനായി തുടങ്ങുക. കഴിഞ്ഞ വെള്ളിയാഴ്ച എങ്ങനെയാണോ അത് നിങ്ങൾ ഓർക്കേണ്ട, ചിന്തിക്കേണ്ട. ഈ വെള്ളിയാഴ്ച മുതൽ നിങ്ങൾ ഒരു നല്ല മനുഷ്യനായി തുടരുക. നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാനും അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം കാത്തു നിൽക്കുകയാണ്. ഈ ക്ലാസ് കേട്ട നിങ്ങൾ എടുക്കേണ്ട ചില തീരുമാനങ്ങൾ ഇതാണ്. തയ്യാറെടുപ്പ്, അതായത് വ്യാഴാഴ്ച രാത്രി തന്നെ വെള്ളിയാഴ്ചക്കായി നിങ്ങൾ മാനസികമായി ഒരുങ്ങുക. ശുദ്ധി, കുളിയും വൃത്തിയുള്ള വസ്ത്രവും സുഗന്ധവും ഇത് നിങ്ങൾ ശീലമാക്കുക. നിങ്ങളുടെ ഒരു ആഴ്ചത്തെ പ്രകാശത്തിനായി, ഉയർച്ചക്കായി നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് നിങ്ങളുടെ സ്നേഹ സന്ദേശം എത്തിച്ചുകൊണ്ടേയിരിക്കുക. അതെങ്ങനെയാണ്? വെള്ളിയാഴ്ച ദിവസം ധാരാളം സ്വലാത്ത് ചൊല്ലുക മുത്തുനബിയുടെ പേരിൽ. മാത്രമല്ല, വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷം നിങ്ങൾ പ്രാർത്ഥന ധാരാളം അധികരിപ്പിക്കുക. ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രപഞ്ചം അവസാനിക്കുന്നത് ഒരു പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. ലോകത്തിൻ്റെ വിചാരണ നടക്കുന്നതും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് കൂടുതൽ അടുക്കേണ്ട ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ നിന്നും ഇറങ്ങുമ്പോൾ അയൽവാസികളുടെ വിശപ്പറിയുന്നവൻ, മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരുന്നവർ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, ഇങ്ങനെയൊരു മാറ്റം നിങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നിങ്ങളിൽ സഫലമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ വെള്ളിയാഴ്ചകളെ അനുഗ്രഹീത വെള്ളിയാഴ്ചകളാക്കി മാറ്റട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകട്ടെ. അന്ത്യനാളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്നവരിൽ നാം എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിലെ ആ യൗമുൽ മസീദിൽ അല്ലാഹുവിനെ കാണുന്ന വിശ്വാസികളിൽ നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അല്ലാഹു സുബ്ഹാനഹു തആല ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷമോ മഗ്രിബിൻ്റെ ശേഷമോ ഏറ്റവും നല്ലത് അസറിൻ്റെ ശേഷമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, ജീവിതത്തിൽ സമാധാനമുണ്ടാകാൻ, ഐശ്വര്യമുണ്ടാകാൻ, കടങ്ങൾ വീടിക്കിട്ടാൻ, രോഗങ്ങൾ മാറിക്കിട്ടാൻ, വിവാഹം ശരിയാകാൻ, സ്വന്തമായിട്ടൊരു വീടുണ്ടാകാൻ, സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. നിങ്ങൾ ഇതിനുവേണ്ടി ചൊല്ലേണ്ടത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു യാസീനിലെ 58-ാമത്തെ വചനം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. എല്ലാവർക്കും അറിയുന്നൊരു വചനമാണ്, ദിക്റാണ് ഇത്. ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞൊരു ആയത്താണ് ഇത്. നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യം നിറവേറിക്കിട്ടാൻ ഈ ഒരു ദിക്ർ നിങ്ങൾ 129 തവണ ചൊല്ലുക. ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് നല്ല മനസ്സോടെ ആത്മാർത്ഥമായി ഈ ദിക്ർ 129 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളായിക്കോട്ടെ അത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ്. ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു രഹസ്യമായ അറിവാണ് ഇത്.
അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ അസറിൻ്റെ ശേഷം അല്ലെങ്കിൽ മഗ്രിബിൻ്റെ ശേഷമൊക്കെ നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ടും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ടും നമുക്ക് നിറവേറ്റിത്തരട്ടെ. ജീവിതത്തിൽ സമാധാനം നൽകട്ടെ, ഐശ്വര്യം നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ. ഇഹലോകത്തും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.